അല്ല സാറേ, ആരായി ഡബിള്? അത് മോഹനൻ. ഡബിൾ എന്ന് നാട്ടുകാരെ വിളിക്കുന്നു. പുഷ്പയോ അല്ലെങ്കിൽ നമ്മുടെ ഈ അയ്യപ്പനും കോശിയോ ഒന്നും പ്രതീക്ഷിച്ച് വരരുത്. പുഷ്പ കണ്ടിട്ട് വരുന്നവർക്ക് മലയാളത്തിൽ ഒരു മിനി പുഷ്പ എന്ന് വേണമെങ്കിൽ പറയാം. അയ്യോ, അത് ഇന്റർനാഷണൽ, നമ്മൾ വരുന്ന ലോക്കൽ. പുഷ്പയായിട്ടൊന്നും കമ്പയർ ചെയ്ത് വില കളയില്ല പ്ലീസ്. ഇങ്ങനെ പോയ പടം ഇങ്ങനെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് സെക്കൻഡ് ഹാഫ്. സെക്കൻഡ് ഹാഫിൽ ഒരു ചൈതന്യം എന്നൊരു സംഭവം ഉണ്ട്, പീക്ക് ലെവൽ സാധനം. അയ്യോ, മ്യൂസിക് മാത്രമേ കൊള്ളാം, ബാക്കിയെല്ലാം. Some of the most fun I've had shooting something in my entire career. എന്താ പൊന്നെ, ഒരു രക്ഷയില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് വരെ ഓക്കെ, പക്ഷെ പാവ സച്ചിനെ നശിപ്പിച്ച് കളഞ്ഞു. ഇന്റർവെൽ എത്തിയപ്പോഴത്തേക്കും പടത്തിന്റെ ആ ട്രാക്ക് മാറ്റി കളഞ്ഞ് സെക്കൻഡ് ഹാഫ് കൊണ്ടുപോയി മൂഞ്ചിപ്പിച്ച്. ഹായ് ഓൾ, ദിസ് ഇസ് കോക്ക് വിലായത് ബുദ്ധ. കുരിശുപള്ളി മാതാവേ. സീൻസിന് നാടകീയത, കഥാപാത്രങ്ങൾക്ക് നാടകീയത, പെർഫോമൻസസ് അത്തരം നാടകീയത. ഇതിങ്ങനെ 3 മണിക്കൂർ ഇങ്ങനെ പലരും പല നാടകങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. പറ്റിച്ചതാണ് എനിക്കറിയാം. ഡബിൾ മോഹനൻ പൃഥ്വിരാജ് എന്ത് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്? ഒന്നാമത് അദ്ദേഹത്തിന്റെ ഈ ഹെയർ ചപ്ര വിക്ക് വെച്ച പോലെ ഉണ്ട്, ചപ്ര തലമുടി എന്തോ ആക്കി വെച്ചിന്. എന്നിട്ട് മൊത്തം കരിവാരി തേച്ചേക്കുന്നത്. കാരണം ഇദ്ദേഹത്തെ പിന്നെ ഒന്ന് കറുപ്പിച്ചെടുക്കണല്ലോ. ജീവൻ കളയാനല്ല, കരി കളയാനാ പറഞ്ഞത്. അതിന് കരി പോണ്ടേ? എന്നിട്ട് പിന്നെ അങ്ങനത്തെ സീൻസ് വേണേ. പുള്ളിക്കൊരു പരിമിതി ഇല്ലേ? പിന്നെ ഭയങ്കര ആർട്ടിഫിഷ്യൽ. പുള്ളിക്ക് ചേരുന്നില്ലേ വേഷമൊന്നും. പുള്ളി പഴയ ചക്രത്തെ ചെയ്ത പോലെ തന്നെയുള്ള സാധനം. എനിക്കൊരു സോഡ വാങ്ങിച്ച. പ്രേംവതയും ഈ പൃഥ്വിരാജ് തമ്മിലുള്ള ഒരുമിച്ചുള്ള സീൻസ്, ഇന്റിമേറ്റ് സീൻസ്, അവരുടെ റൊമാൻറ്റിക് സീൻസ്, എൻ്റെ പൊന്നോ. ഡബിൾ മോഹനൻ ഡബിൾ വെറുപ്പിക്കില്ലേ പ്രേംവതയെ ചേർന്നിട്ട്. എങ്ങനെയുണ്ടാളിയാ? ഗംഭീരമായിരുന്നു. താങ്ക് യു.